കേരളത്തിൽ തഴച്ചു വളരുന്ന മാഫിയകൾ ഈ നാട്ടിൽ സാമൂഹ്യ വിപത്തായി മാറുകയാണ്. ലഹരി മാഫിയകൾ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കുന്നത് പോലെ, ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ സ്വൈര ജീവിതത്തിന് വെല്ലുവിളിയാകുന്നത് പോലെ സമാന്തര ലോട്ടറി മാഫിയയാണ് പുതിയ വില്ലൻ. നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ എഴുത്ത് ലോട്ടറികളുടെ പ്രവർത്തനം. എതിർത്താൽ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ചൂതാട്ട മാഫിയയുടെ രീതിയാണ്. താമരശ്ശേരിയിൽ ലോട്ടറി ജീവനക്കാരനായ യുവാവിൻ്റെ ആത്മഹത്യക്ക് കാരണം ഈ ചൂതാട്ട സംഘമാണോ? മൂവാറ്റുപുഴയിൽ യുവാവിനെ ലഹരി മാഫിയ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും മാറുന്ന കേരളത്തിൻ്റെ മുഖമാണ് തുറന്നു കാട്ടുന്നത്. ഇതോടൊപ്പം 2 കൊലക്കേസുകളിലെ ശിക്ഷാവിധിയും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സമാന്തര ലോട്ടറി മാഫിയ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയാവുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 20കാരൻ ജീവനൊടുക്കിയത് ചൂതാട്ട മാഫിയയുടെ ഭീഷണിയെ തുടർന്നെന്ന് പരാതി. താമരശ്ശേരി സ്വദേശി അനന്തു കൃഷ്ണയാണ് തൂങ്ങി മരിച്ചത്. ലോട്ടറി കടയിലെ ജീവനക്കാരനായിരുന്ന അനന്തുവും എഴുത്ത് ലോട്ടറി സംഘവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ബാധ്യത തീർക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായി അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുപതുകാരനായ അനന്തു കൃഷ്ണയെ വീട്ടിലെ മുറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ജീവിക്കാനാകുന്നില്ല എന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെത്തി. കുറച്ചു കാലമായി താമരശ്ശേരിയിലെ ഒരു ലോട്ടറി കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനന്തു. എഴുത്തു ലോട്ടറി ചൂതാട്ട മാഫിയയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സംഘം ഭീഷണിപ്പെടുത്തുന്നതായി അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. തുടർച്ചയായുള്ള ഭീഷണി കാരണം ഇയാൾക്ക് കുറച്ചു ദിവസം മുമ്പ് നാടുവിട്ടു പോവേണ്ടി വന്നിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ. അപ്പോൾ താമരശ്ശേരി വ്യാപകമായിട്ട് ഈ ലോട്ടറി എഴുത്താണ്. സർക്കാരിൻ്റെ ലോട്ടറി അവിടെ നിയമപരമായിട്ട് വിൽപ്പന നടക്കുന്നില്ല. കംപ്ലീറ്റ് എന്താണ് വലിയൊരു മൊബൈൽ, ഒരു ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ ആപ്പ് ഉപയോഗിച്ച മൊബൈൽ, ഇതിൻ്റെ അടുത്തുള്ള മൊബൈലൊക്കെ ഇവർ വന്നിട്ട് ബലമായി പിടിച്ച് വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ പോലീസ് ഇത് എന്താകണം കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പൊതുജനത്തിന് അറിയാം. അതുപോലെ തന്നെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ഈ കാര്യങ്ങൾ നടക്കുന്നത് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയാറ്. ആത്മഹത്യ അല്ലാതെ തന്റെ മുന്നിൽ മറ്റു വഴികൾ ഇല്ല എന്ന് അനന്തു പറഞ്ഞിരുന്നുവെന്നും സുഹൃത്തുക്കൾ വ്യക്തമാക്കി. യുവാവിന്റെ ഫോൺ കണ്ടെത്താനായിട്ടില്ല. കുടുംബം നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. താമരശ്ശേരി ഭാഗത്ത് സമാന്തര ലോട്ടറി മാഫിയ തഴച്ചു വളരുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി പേരാണ് തട്ടിപ്പിന് ഇരകളാകുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. ഒരു കാലത്ത് മനുഷ്യർ എത്രത്തോളം സാഹോദര്യത്തിൽ ജീവിച്ചിരുന്ന നാടാണിത്. ദാരിദ്ര്യാവസ്ഥയിൽ പരസ്പരം പങ്കുവെച്ച് കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞിരുന്ന അയൽവാസികൾ. എന്നാൽ ഇപ്പോൾ ഒരിടത്തിലെ മരത്തിൻ്റെ ഇല വീണാലും വളർത്തുമൃഗങ്ങൾ അയൽവീട്ടിലേക്ക് പോയാലും വഴക്കും പ്രശ്നങ്ങളുമായി. കൊല്ലം കൊട്ടാരക്കരയിൽ 2 വർഷം മുൻപ് നടന്ന കൊലപാതകം ഇതുപോലെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. വീട്ടുമുറ്റത്തെ തേക്കുമരം മുറിച്ചപ്പോൾ ശിഖരങ്ങൾ അടുത്ത പറമ്പിൽ വീണതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് കൊട്ടാരക്കര സ്വദേശി അനിൽകുമാറിനെ കൊലപ്പെടുത്തിയത്. ആ കേസിൽ അയൽവാസികളായ ദലീജ്, പിതാവ് സലാഹുദ്ദീൻ എന്നിവർക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികൾ 50,000 രൂപ വീതം പിഴയടയ്ക്കണമെന്നും വിധിയിലുണ്ട്. വീട്ടുമുറ്റത്തെ തേക്കുമരം മുറിച്ചപ്പോൾ ശിഖരങ്ങൾ അടുത്ത പറമ്പിൽ വീണത് സംബന്ധിച്ച തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2022 ജൂലൈ 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുന്നിക്കോട് പച്ചിലവളവ് സ്വദേശി 35കാരൻ അനിൽകുമാറിനെ ദമീജ്, പിതാവ് സലാഹുദ്ദീൻ എന്നിവർ ചേർന്നാണ്
വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിക്കുകയും മാരകായുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഡിവൈഎസ്പി GD വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടി തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. കൊല്ലപ്പെട്ട അനിൽകുമാറും മാതാപിതാക്കളും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മുറിച്ചിട്ട തേക്കുമരത്തിന്റെ ശിഖരങ്ങൾ എടുത്തുമാറ്റിയ അനിൽകുമാറിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അനിൽകുമാർ പോലീസിൽ പരാതി നൽകിയതിന്റെ വിരോധമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതികൾ കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയതാണെന്ന് തെളിയിക്കാൻ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രോസിക്യൂഷന് സാധിച്ചു. ദമീജ്, പിതാവ് സലാഹുദ്ദീൻ എന്നിവരെ ജീവപര്യന്തം കഠിന തടവിനും 50,000 രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പ്രോസിക്യൂഷൻ്റെ കേസ് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതാണ് പ്രധാനം. പ്രതിഭാഗം അവരുടേതായ തെളിവുകളൊക്കെ കൊണ്ടു നിരത്തി സാക്ഷിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസാണ് ശരി എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. അതിൽ അവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. ജീവപര്യന്തം തടവും എല്ലാവരും 50,000 രൂപ വെച്ച് പിഴ കൊടുക്കണം. ആ പിഴ ഈ ഇരയുടെ അമ്മ കൊടുക്കണം. അത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള തുക കൂടി നിശ്ചയിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശമുണ്ട്. കൊട്ടാരക്കര SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജി ജയകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത്. 2 പ്രതികളും കുറ്റകൃത്യം നടന്ന കാലയളവ് മുതൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് വിധി വന്നത്. ഇനി അവർ അപ്പീൽ പോവുകയാണെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ പോകാനായിട്ട് തന്നെ ഇരിക്കും. അങ്ങേറ്റം വരെ പോകും. അത് ജീവന്റെ വില ആയതുകൊണ്ട് അങ്ങേറ്റം വരെ പോകും. പ്രതി ദമീജ് ബിടെക് ബിരുദധാരിയാണ്. പിതാവ് സലാഹുദ്ദീൻ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനും. പ്രായം കണക്കിലെടുക്കണമെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഇരുവരും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ 24 സാക്ഷികളെയും 15 തൊണ്ടിമുതലുകളും 17 സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും സമീപ പ്രദേശങ്ങളും ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറുകയാണ്. ലഹരിക്കടിമകളായ മക്കളെ ഓർത്ത് ഒട്ടേറെ മാതാപിതാക്കൾ കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ഇത്തരം മാഫിയകൾക്കെതിരെ പ്രതികരിച്ചാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല. മൂവാറ്റുപുഴയിൽ ലഹരി മരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെക്കുറിച്ച് എക്സൈസിന് വിവരങ്ങൾ കൈമാറിയ യുവാവിന് ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. പിന്നീട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. കേസിൽ പ്രതികളായ യുവാക്കൾ ഒളിവിലാണ്. മൂവാറ്റുപുഴ ആനിക്കാട് ചെങ്ങറ കോളനിക്ക് സമീപമാണ് യുവാവിനെ സംഘം ചേർന്ന് വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ആനിക്കാട് വാഴക്കുളം ഭാഗത്ത് ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുവെന്ന വിവരം പോലീസിന് കൈമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഇതേ തുടർന്ന് പോലീസും എക്സൈസും ഈ പ്രദേശങ്ങളിൽ പരിശോധനയും അന്വേഷണവും ഊർജിതമാക്കി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ലഹരി ഉപയോഗിക്കുന്ന സംഘാംഗങ്ങളുടെ സുഹൃത്തായ യുവാവിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ സംഘത്തിലെ അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് കൈമാറിയെന്നാരോപിച്ചാണ് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതെന്ന് എക്സൈസ് പറയുന്നു. യുവാവിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവാവിനെ മർദ്ദിച്ച സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന സംഘാംഗങ്ങൾ ഒളിവിലാണ്. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊച്ചി.
ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള വ്യക്തിവിരോധവും തർക്കങ്ങളും പോലും കൊലപാതകത്തിന് കാരണമാകാറുണ്ട്. എറണാകുളം കൂത്താട്ടുകുളത്ത് 1.5 വർഷം മുൻപുണ്ടായ സംഭവം മനുഷ്യൻ്റെ ഇടുങ്ങിയ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. കൂത്താട്ടുകുളം കരിമ്പനയിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ശുചിമുറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ്. തിരുവനന്തപുരം അമ്പൂരി സ്വദേശി ബിനു എന്ന രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. തെങ്കാശി സ്വദേശി നാഗാർജുൻ 50,000 രൂപ പിഴയടക്കണമെന്നും മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. മെയ് 30 കേസിനാസ്പദമായ സംഭവം. കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും പ്രതി നാഗാർജുനും കരിമ്പന ഭാഗത്തുള്ള തൊഴിലുടമയുടെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. പ്രതി കിടപ്പുമുറിയോടൊപ്പം ഉപയോഗിച്ചിരുന്ന ശുചിമുറി കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്നതിലുള്ള വിരോധമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിയും കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും മദ്യപിച്ച് വഴക്ക് കൂടുന്നതും പതിവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിരോധവും കൊലപാതകത്തിന് കാരണമായതായി പോലീസ് കണ്ടെത്തി. സംഭവം നടക്കുന്ന ദിവസം താമസ സ്ഥലത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന രാധാകൃഷ്ണനെ പ്രതി ഇരുമ്പ് പൈപ്പ് കൊണ്ട് പലതവണ ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. കൂത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ ഇന്ദ്രരാജ് അന്വേഷിച്ച കേസിൽ ഇൻസ്പെക്ടർ PJ നോബലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ജ്യോതികുമാർ ഹാജരായി. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇടുക്കി തേക്കടിയിലുണ്ടായത്. തേക്കടി സന്ദർശിക്കാനെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കടയിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ടു. കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വിനോദസഞ്ചാരികൾക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം കശ്മീരി വ്യാപാരികൾ മാപ്പ് പറഞ്ഞെങ്കിലും ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ കശ്മീരി വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് മുൻപും സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുയർന്നു. ബുധനാഴ്ച രാത്രിയാണ് വിനോദസഞ്ചാരികളായ ഇസ്രായേൽ സ്വദേശികൾക്ക് കുമളിയിലെ കാശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ദുരനുഭവമുണ്ടായത്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ ജമ്മു കാശ്മീർ സ്വദേശിയായ ഹയാസ് അഹമ്മദ് റാത്തൻ എന്നയാൾ നടത്തുന്ന കരകൗശല വ്യാപാര സ്ഥാപനത്തിലാണ് ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൾഫർ എത്തിയത്. കാഴ്ചകൾ ആസ്വദിച്ച് നടന്നു പോവുകയായിരുന്ന ഇവരെ സ്ഥാപനത്തിലേക്ക് വ്യാപാരികൾ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ നോക്കുന്നതിനിടെ ഇവർ ഹീബ്രു ഭാഷയിൽ മൊബൈലിൽ സംസാരിച്ചു. ഇതിനിടെ ഹയാസ് അഹമ്മദ് ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നതെന്ന് ഡോവർ വാൾഫറോട് ചോദിച്ചു. ഇസ്രായേലിൽ നിന്നാണെന്ന് പറഞ്ഞതോടെ സ്ഥാപനത്തിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഇസ്രായേൽ സ്വദേശികൾക്ക് സാധനങ്ങൾ നൽകാനാകില്ലെന്ന് പറഞ്ഞ് കടയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. അപമാനിതരായ ഡോവർ വാൾഫർ വിവരം ഭർത്താവിനെയും ഡ്രൈവറെയും അറിയിച്ചു. കാശ്മീരി വ്യാപാരികളുടെ നടപടി ഇരുവരും ചോദ്യം ചെയ്തതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രശ്നത്തിൽ ഇടപെട്ടു. ഇതോടെ കാശ്മീരി വ്യാപാരികൾ ഇസ്രായേലി സ്വദേശികളോട് മാപ്പ് പറഞ്ഞ് തടിയൂരി. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഇസ്രായേലി സ്വദേശികൾ തയ്യാറായിട്ടില്ല. സംഭവം വിവാദമായതോടെ കാശ്മീരി വ്യാപാരികൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ സേനയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുമളിയിലെത്തുന്ന ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ കാശ്മീരി വ്യാപാരികളുടെ ഭാഗത്തു നിന്നും മുൻപും സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
പല വേഷത്തിലും രൂപത്തിലും എത്തി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് എത്തുന്നവരെ സൂക്ഷിക്കുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വ്യാജ സഹകരണ സംഘത്തിൻ്റെ പേരിൽ യുവാവിൽ നിന്ന് പണം തട്ടിയത് സ്വാമി ചമഞ്ഞ് എത്തിയ ആളാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇടനിലക്കാരൻ പിടിയിലായി. കോട്ടയം സ്വദേശി തപസ്യാനന്ദ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വെള്ളറടയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ബയോടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കടയ്ക്കാവൂർ സ്വദേശിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ കേസിലെ പ്രധാന പ്രതി വെള്ളറട സ്വദേശി അഭിലാഷ് ബാലകൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തപസ്യാനന്ദ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ഇടനിലക്കാരനായാണ് പണം വാങ്ങിയത്. സ്വാമി ചമഞ്ഞായിരുന്നു ഇയാൾ യുവാക്കളെ വലയിലാക്കിയിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. മധുര, എറണാകുളം എന്നിവിടങ്ങളിലും ഇയാളുടെ പേരിൽ സമാന കേസുകളുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മലയൻകീഴ്, പൂജപ്പുര എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന തപസ്യാനന്ദ കേസുകൾ വന്നതോടെ കർണാടകയിലേക്കും പിന്നീട് വയനാട്ടിലേക്കും കടക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി PV രമേശ് കുമാറിന്റെ നേതൃത്വത്തിൽ CI രാജ്കുമാർ, SI മണിക്കുട്ടൻ, SCPO നിജിത്, CPO അനുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ പോലെ തന്നെ വഴിയോര കച്ചവടവും നിയമവിരുദ്ധമാണ്. സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരികളുമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ സമരരംഗത്തുണ്ട്. എന്നാൽ സമരം നടത്തിയ വ്യാപാരികൾക്ക് നേരെ സമൂഹ മാധ്യമങ്ങൾ വഴി വധഭീഷണി ഉണ്ടാകുന്നു. മൂന്നാർ സ്വദേശിയും മുംബൈയിൽ താമസക്കാരനുമായ കനകമണി കണ്ണൻ എന്നയാളാണ് വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഭീഷണി സന്ദേശം പ്രചരിപ്പിച്ചത്. മൂന്നാറിലെ ഭാഷാന്യൂനപക്ഷങ്ങൾ നടത്തുന്ന പെട്ടിക്കടകൾ ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഭീഷണി. ശക്തമായിട്ടുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകാം. അതിന് വ്യാപാര സംബന്ധമായ ഞങ്ങൾ ഒരു സംഘടനയില്ല, എല്ലാ സംഘടനകളും എല്ലാം മൂന്നാറുകളെ സംയുക്തമായിട്ടുള്ള എല്ലാവരും കൂടെ ഇത് സൂചനയാണ്. പക്ഷേ ഞങ്ങളെ കൊണ്ട് വീണ്ടും ഒരു സമരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ലീഗൽ കോടതി വഴിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കോടതി വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പേഴ്സണൊക്കെ ഞങ്ങൾ പോയി കക്ഷി കയറുന്നുണ്ട്. അങ്ങനെ അതും മുമ്പോട്ട് പോകണം. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മൂന്നാറിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ 8-നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി എന്നീ സംഘടനകൾ സംയുക്തമായി കടകൾ അടച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രകടനവും ധർണയും നടത്തിയത്. ഇതിനുശേഷമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റ് CK ബാലുലാൽ, വ്യാപാരിയും മൈ മൂന്നാർ മൂവ്മെന്റ് കൺവീനറുമായ G സോജൻ എന്നിവരുടെ പേരുകൾ പറഞ്ഞ് ഭീഷണി സന്ദേശം എത്തിയത്. സോജന്റെ മൊബൈൽ നമ്പർ നൽകിയ ശേഷം എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്നും സന്ദേശത്തിലുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏത് ഭീഷണികളെയും നേരിടാൻ കരുത്തുറ്റ ഒരു സംഘടനയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് ഒരുപക്ഷെ ഇത്തരം ഭീഷണികളുമായൊക്കെ രംഗത്ത് വരുന്നത്. ഇത് വ്യാപാരികൾ എടുത്ത തീരുമാനമല്ല. മൂന്നാർ ഗ്രാമപഞ്ചായത്തും അവിടെ ഉള്ള തൊഴിലാളി സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും സർവകക്ഷി യോഗം ചേർന്ന് എടുത്ത തീരുമാനമാണ് മൂന്നാറിലും ടൗണിലും ചുറ്റുവട്ടത്തുമുള്ള എല്ലാ വഴിയോര കച്ചവടങ്ങളും നിരോധിക്കണം. മൂന്നാറിലെ ഗതാഗത ഉപദേശക സമിതി യോഗ തീരുമാനപ്രകാരമാണ് 2 ആഴ്ച മുൻപ് കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ വകുപ്പുകൾ ചേർന്ന് പാതയോരങ്ങളിലെ പെട്ടിക്കടകൾ ഒഴിപ്പിക്കാൻ ആരംഭിച്ചത്. 4 ദിവസം കൊണ്ട് 100-ലധികം കടകൾ നീക്കം ചെയ്തിരുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നിർത്തിവെച്ചതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ന്യൂസ് 18 മൂന്നാർ. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇതേ തുടർന്ന് അന്വേഷണത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു.
ഇതോടെ അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് തെളിയിക്കേണ്ടത് പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമായി. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ADMന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കണ്ണൂരിൽ നിന്നുള്ള 3 അംഗ സംഘമാണ് നവീൻ ബാബുവിന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. ജില്ലാ കളക്ടർക്കും PP ദിവ്യയ്ക്കുമെതിരെയുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം പറയുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരിൽ നിന്നുമാണ് സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാർ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ എന്നിവരാണെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം വ്യക്തമാക്കി. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണ്. ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ വിശദമായ മൊഴിയെടുത്തത്. കോടതിയുടെ പരിഗണനയിൽ ഉള്ള കേസായതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ SHO ശ്രീജിത്ത് കൊടേരി, CPOമാരായ ഷിജി, ഷൈജു എന്നിവരാണ് മൊഴിയെടുക്കാൻ എത്തിയത്. മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം നീണ്ടു. കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വീണ്ടും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം കണ്ണനല്ലൂരിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് DYFI നേതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. 2012 SDPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. കേസിൽ 7 SDPI പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ. സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പ്രതികൾക്ക് 38,000 രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട്. ജനുവരി 3 രാത്രി കണ്ണനല്ലൂർ കുളപ്പാടം ജംഗ്ഷനിലാണ് കേസിനാസ്പദമായ സംഭവം. DYFI കൊട്ടിയം ഏരിയ സെക്രട്ടറി R. രഞ്ജിത്ത്, ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സൈഫുദ്ദീൻ എന്നിവരെ ഒരു സംഘം SDPI പ്രവർത്തകർ ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പാർട്ടി സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴായിരുന്നു ആക്രമണം. നെടുമ്പന സ്വദേശികളായ മുഹമ്മദ് അൻവർ, മുഹമ്മദ് ഫൈസൽ, ഇർഷാദ്, ഷഹീർ മുസ്ലിയാർ, മുഹമ്മദ് താഹിർ, ഷാൻ, സലീം, അബ്ദുൽ ജലീൽ, ഷാഫി, കിരർ, ഹുസൈൻ എന്നിങ്ങനെ 11 പേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ 1-ാം പ്രതി മുഹമ്മദ് അൻവർ, ഷാൻ, ഷാഫി, ഹുസൈൻ എന്നിവർ വിചാരണ നടപടികൾ പുരോഗമിക്കവേ ഒളിവിൽ പോയി. മറ്റ് 7 പ്രതികൾക്ക് വധശ്രമമടക്കം വിവിധ വകുപ്പുകളിലായി 7 വർഷം തടവും 38,000 രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികളെ 5 വർഷം 307 വകുപ്പ് പ്രകാരം 5 വർഷം കഠിന തടവിനും ബാക്കി 147, 48 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവിനും ശിക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ മൊത്തം 11 പ്രതികളാണ്. അതിൽ 1-ാം പ്രതി ഉൾപ്പെടെ 4 പേർ ഒളിവിൽ പോയിരിക്കുകയാണ്. ബാക്കി ഉള്ള 7 പ്രതികൾക്കാണ് ശിക്ഷ കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി കേട്ട പ്രതികൾക്ക് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. വിധിയിൽ തൃപ്തരല്ലെന്നും മേൽക്കോടതി സമീപിക്കുമെന്നും രഞ്ജിത്തും സൈഫുദ്ദീനും അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യലഹരിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഉറ്റ സുഹൃത്തുക്കളെ പോലും തമ്മിലടിപ്പിച്ചേക്കാം. കൊല്ലം മുഖത്തലയിൽ കഴിഞ്ഞ ദിവസം സംഘർഷത്തിലേർപ്പെട്ടത് അടുത്ത സുഹൃത്തുക്കളാണ്. ആക്രമണത്തിൽ വെട്ടേറ്റ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കും വഴി വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 പേർ കൊല്ലം കൊട്ടിയം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൊല്ലം ചെറിയേല സ്വദേശി 39-കാരൻ സുധീറിനെയാണ് പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്.
സംഭവത്തിൽ പേരൂർ സ്വദേശികളായ 28-കാരൻ വിഷ്ണു, 26-കാരൻ സെയ്തലി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ചൊവ്വാഴ്ച രാത്രി 10-ന് ചെറിയേലയിൽ പ്രതികൾ സംഘം ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പരസ്പരം വാക്കുതർക്കവും കയ്യാങ്കളിയുമുണ്ടായി. ചിലർ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവരുമായും സംഘട്ടനമുണ്ടായി. വാഹനത്തിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചപ്പോഴാണ് സുധീറിന് ഗുരുതരമായി പരിക്കേറ്റത്. രക്തം വാർന്ന അവസ്ഥയിൽ സുധീറിനെ കണ്ടതോടെ വിഷ്ണുവും സെയ്തലിയും ചേർന്ന് ഇയാളെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ബൈക്കിൽ കൊണ്ടുപോയി. അമിത വേഗതയിൽ പോകുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടമായി വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. ചെറിയേല സ്വദേശി സന്തോഷിനെയാണ് ബൈക്ക് ഇടിച്ചത്. സന്തോഷിന്റെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. നിലത്തു വീണുകിടന്ന 4 പേരെയും നാട്ടുകാർ ഇടപെട്ട് ആംബുലൻസ് വരുത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കേസെടുത്ത കുട്ടിയം പോലീസ് ചികിത്സയിലായിരിക്കെ തന്നെ വിഷ്ണുവിനെയും സെയ്തലിയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിൽ ഒരാളുടെ മുഖത്ത് സാരമായി മുറിവ് പറ്റിയിട്ടുണ്ട്. സംഘർഷത്തിൽ ഇവരോടൊപ്പമുണ്ടായിരുന്ന ഷെഫീഖ് ഒളിവിലാണ്. ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൻ്റെ വിവാദം ഇപ്പോഴും നീറിപ്പുകയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഹൈക്കോടതിയിലും വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദം. ജഡ്ജിമാരെയും അഭിഭാഷകരെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിനെതിരെ കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ രംഗത്തെത്തി. ലോയേഴ്സ് ന്യൂസ് നെറ്റ്വർക്ക് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിനെതിരെയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അഭിഭാഷക അസോസിയേഷൻ പരാതി നൽകിയത്. അസോസിയേഷൻ വാർഷികാഘോഷ ചടങ്ങിനിടെയുണ്ടായ പ്രശ്നങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെ ചേർന്നാണ് നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകരടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജഡ്ജിമാർ കൂടി ഉൾപ്പെടുന്നത് അനുചിതമാണെന്നാണ് അഭിഭാഷക അസോസിയേഷന്റെ വാദം. ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പിന്നിൽ പ്രശ്നക്കാരായ ആളുകളുണ്ടെന്നും ആരോപണമുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. കോട്ടയത്തെ അഭിഭാഷകരുടെ പ്രതിഷേധത്തിനിരയായ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിവിജ സൈദുമോഹൻ ധാർമ്മികത പാലിക്കാതെയാണ് ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ അയച്ചത്. വിധിന്യായങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും മുൻപ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുമെന്നും പരാതിയിലുണ്ട്. കൊളീജിയം ശുപാർശകളുടെ പകർപ്പടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ലോയേഴ്സ് ന്യൂസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനമെന്നുമാണ് അഭിഭാഷക അസോസിയേഷൻ നൽകിയ കത്തിലെ പ്രധാന പരാതി. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയാണ് അന്വേഷണം നടത്തുക. വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജയരാജൻ DGPക്ക് പരാതി നൽകിയിരുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 63 ഗ്രാം MDMAയുമായി കൊടുവള്ളി സ്വദേശി മുട്ടായി ജയ്സൽ എന്ന മുഹമ്മദ് ജയ്സൽ പിടിയിലായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ 2 ബാഗുകളിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിവാദ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ രാജ്യവ്യാപകമായി ED റെയ്ഡ്. ലോട്ടറി വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത ലോട്ടറി വിൽപ്പന തുടങ്ങിയ കേസുകളിലായിരുന്നു പരിശോധന. കൗമാരപ്രായത്തിൽ കുട്ടികൾക്കൊരാളോട് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സൗഹൃദം പോലെ തന്നെ പ്രണയവും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയും കരുതലും വേണം. ഇടുക്കി മൂന്നാറിൽ 16-കാരിയെ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ എങ്ങനെയാണ് പ്രണയച്ചതിയെന്ന് മനസ്സിലാകും. മൂന്നാർ സ്വദേശി മനോജ് കുമാർ പ്രണയം നടിച്ച് പെൺകുട്ടിയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓർക്കുക, ബന്ധങ്ങൾ നല്ലതാണ്, പക്ഷെ അതൊരു ബന്ധനമായി മാറാതെ സൂക്ഷിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.